ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഒരു ന്യൂസ് കേട്ടു. അതായത് തലേ ദിവസം തന്നെ ഫോണിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു, 5ാമത്തെ പ്രസവത്തിലാണ് യുവതി മരിച്ചത് എന്നൊക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹദിയുടെ ഖബർ ജീവിതം വിശാലമാക്കട്ടെ. അവർ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവരുടെ ഹസ്ബൻഡ് ഒരു ഉസ്താദായിരുന്നു. അതുപോലെ തന്നെ 4 മക്കളിൽ 2 മക്കളൊക്കെ വീട്ടിൽ നിന്ന് പ്രസവിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ഒരിക്കലും ഒരു ഭർത്താവ് വിചാരിക്കൂല അല്ലേ, നമ്മളെ കുടുംബത്തിൽ ആരൊക്കെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ, നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, പഠിച്ചവനെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സുഖപ്രസവം പ്രദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ദുആ ചെയ്യുക. എന്തായാലും ഇവർ വീട്ടിൽ നിന്ന് പ്രസവിച്ചു, പ്രസവത്തിനോടനുബന്ധിച്ച് ഭാര്യ മരിച്ചു. അതൊക്കെ ഭയങ്കര സങ്കടകരമായ ഒരു വിഷയമാണ് നമ്മൾ കേട്ടത്. മരിക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബാപ്പയുടെ, അതായത് അദ്ദേഹം ഒരു മുസ്ലിയാരനായിരുന്നു, ഇവരുടെ ഉപ്പ, അതായത് അസ്മ എന്നുള്ള 35 വയസ്സുള്ള ഈ ഒരു സഹോദരിയുടെ ഉപ്പ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരാണ്. ഇബ്രാഹിം മുസ്ലിയാരുടെ മകളാണ് അസ്മ. അവരാണ് മരണപ്പെട്ടത്. അവർ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പ്രസവം, മരണം അതൊക്കെ ശരിയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ വെച്ചാണ് പ്രസവം നടത്തുക അല്ലേ. വീട്ടിൽ നിന്ന് വളരെയധികം ചുരുക്കമായിരിക്കും. എൻ്റെ ഫാമിലിയിൽപ്പെട്ട ചിലവരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്ത്, ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ചരിത്രം പറയാം. അതായത് ഞാനും തന്നെ എൻ്റെ ചെറിയ 3ാമത്തെ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ എന്നെ പെയിൻ തുടങ്ങിയപ്പോൾ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അവിടെ ഒരുപാട് സിസ്റ്റേഴ്സും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഈ പ്രസവവേദന അനുഭവിച്ച് കിടക്കുന്ന ഒരു സമയത്ത് അവർ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയണ്ടല്ലോ, ഹോസ്പിറ്റലിൽ എത്തിക്കാത്തത് കൊണ്ടാണ് മരിച്ചതെന്നൊക്കെ. അതിനോട് എനിക്ക് വലിയൊരു ഇതൊന്നുമില്ല. കാരണം ഹോസ്പിറ്റലിൽ എത്തിയെന്ന് വിചാരിച്ചിട്ട് മരിക്കാതൊക്കെയൊന്നുമില്ല. പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ ഇത് കണക്കാക്കിയിട്ടുണ്ടാവും, അതുപോലെ ആയിരിക്കും. അങ്ങനെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, എന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, നേഴ്സ് ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിലൊരു മരുന്ന് ഇങ്ങനെ ഗ്ലൂക്കോസും കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഡെലിവറി 2 മണിക്കൂർ കൊണ്ട് കഴിയും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മളാണെങ്കിൽ നല്ല പെയിൻ അനുഭവിക്കുന്ന സമയത്ത് ഇവർ സിസ്റ്റേഴ്സൊക്കെ നല്ല ചിരിയും കളിയും വർത്താനും. അങ്ങനെ എനിക്ക് ശരിക്കും അത് ഓർമ്മ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് കണ്ടപ്പോഴേ, ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു എന്നും പറഞ്ഞതിന് യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഞാൻ കിടക്കുന്ന ഒരു ബെഡിൽ ആ ഒരു എന്തോ ഒരു ചുടുവെള്ളം പോലെ എൻ്റെ ശരീരത്തേക്കൊക്കെ ഇങ്ങനെ പടരുകയാണ്, ശരിക്കും ഒരു ചൂടിങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ എന്താ ഇങ്ങനെ ഒരു ചൂട്, സാധാരണ ആ ബെഡിൽ എടുക്കുമ്പോൾ അവിടെ നല്ല ഫാനും AC എല്ലാം ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ചൂടെന്താ ശരീരത്തേക്ക് ഇങ്ങനെ കയറി വരണമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ തൊട്ട് നോക്കിയ സമയത്ത് ഞാനതിങ്ങനെ എടുത്ത് എനിക്ക് അനങ്ങാനും ഒന്നും കഴിയണില്ല. അതായത് പൂർണ്ണ ഗർഭിണിയാണ്, 10 മാസമാണ്. പിന്നെ അത്യാവശ്യം നീരും കാര്യങ്ങളും അതും ഉണ്ട്. പിന്നെ വലിയ കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി വൈകിയുള്ള പ്രസവമാണ് സഫമോളത്, ഓളെ പ്രസവത്തിൻ്റെ കാര്യമാണിത്. അപ്പോൾ ഞാനിങ്ങനെ ആകപ്പാടൊരു ചൂടുള്ള നനവ് ഇങ്ങനെ തട്ടുമ്പോൾ ഞാൻ എൻ്റെ കൈ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നിങ്ങനെ തൊട്ട് നോക്കി, ഇങ്ങനെ കൈ ഇങ്ങനെ കണ്ണിൻ്റെ നേരെ ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ ആകെ ബ്ലഡ്. സാധാരണ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡ് നമ്മൾ അങ്ങോട്ട് കയറ്റുന്ന സിറ്റുവേഷനും സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ ഇതങ്ങനല്ല. മൊത്തത്തിൽ ഞാൻ കിടക്കുന്ന ഒരു ബെഡ് മുഴുവനായിട്ട് ബ്ലഡിൽ, രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. നല്ല ചുടുരക്തം ഇങ്ങനെ ഒഴുകുകയാണ്, എവിടുന്ന് അറിയണില്ല. എൻ്റെ മുമ്പിൽ എത്രയോ സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് സംസാരിക്കലും ചിരിയും കളി. ഏതാ ഹോസ്പിറ്റലാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് വെളിപ്പെടുത്താനാണ് ആഗ്രഹം. അങ്ങനെ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനോട് ഒരു ചെയ്യുന്നത് ശരിയല്ല. ഞാൻ സിസ്റ്ററെ വിളിക്കണേ, ആ ഒരു പെയിൻ്റെ ഇടയിലും സിസ്റ്ററെ വിളിക്കണേ, സിസ്റ്ററെ ഇതാ ഇവിടെ ആകെ ബ്ലഡ് എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി.
അപ്പോഴാണ് അവർ ഈ അവസ്ഥ കാണുന്നത്. അവർ പെട്ടെന്ന് എണീറ്റ് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരലും ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റലും അവിടെയൊക്കെ തുടച്ച് നന്നാക്കലും മൊത്തത്തിൽ വേറൊരു ഷീറ്റ് വിരിക്കലും. ഡോക്ടർ കാണുമ്പോഴേക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓലിങ്ങോട്ട് അവരൊരു 4-5 സിസ്റ്റേഴ്സും ഒപ്പം ഇങ്ങോട്ട് അവിടെ ഒരു ഭയങ്കരമായ രീതിയിലൊരു പെട്ടെന്ന് സെറ്റപ്പ്, പഴയത് മറച്ച് വെക്കാനും വേറെ ഷീറ്റ് ഇങ്ങോട്ട് വിരിക്കലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ. അപ്പം എന്താ, ഗ്ലൂക്കോസിൻ്റെ ആ ഒരു ഇത് ട്രിപ്പ് അവിടെ കൊടുക്കൂലേ, അത് ഇളകിയിട്ട് ബ്ലഡ് ഇങ്ങനെ അത് വേറിട്ട് നിൽക്കുക. എന്തോ സംഭവിച്ചു എനിക്കറിയില്ല. അങ്ങനെയാണ് സംഭവം. ഞാൻ അറിയണമില്ല, ഞാനങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ. ആ ബ്ലഡ് എങ്ങനെ പോയി കഴിഞ്ഞ് അവരറിയാതെ, അവരവിടെ ഉണ്ടല്ലോ മുമ്പത്തിന്, പക്ഷെ നോക്കണില്ല, ശ്രദ്ധിക്കണില്ല. ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അവരെന്ത് പേരിടും? അങ്ങനെ ബ്ലഡൊക്കെ പോയി മരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ പറയുക, പ്രസവത്തിൽ മരിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ അവരുടെ ഒരു അനാസ്ഥ മൂലം മാത്രമാണ്. ഞാനത് പറഞ്ഞിരുന്നാൽ എനിക്കപ്പം ഇങ്ങനെ എന്തൊക്കെ ഒരു തളർച്ച, ക്ഷീണമൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ബ്ലഡ് അങ്ങനെ പോകില്ല, അറിയണില്ലല്ലോ, ശബ്ദം കേൾക്കണില്ലല്ലോ, ചുടുവെള്ളം ശരീരത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ആയി വരില്ലേ. അപ്പോൾ ചൂടുവെള്ളം നല്ലത്, ചൂടുള്ള രക്തമാണ് ശരീരത്തിൽ പോവുകയാണ്, നമ്മൾ അറിയണില്ല. അതാണ് സംഭവം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച, റബ്ബേ, നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തി, ഹോസ്പിറ്റലിലേക്ക് പ്രസവത്തിന് ഡെലിവറിക്ക് വേണ്ടി എത്തിയിട്ട് പോലും അവർ ശ്രദ്ധിക്കാതെ അവർ മറ്റു പല ചിരികളിലും അവരെന്തൊക്കെയാണ് പറയണത്, എന്താ ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ തന്നെ ചമ്മന്തി, അങ്ങനെ എന്തൊക്കെ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ പറയില്ല. എടി അത് അവൾ കൊണ്ടുവന്നു, ഇവൾ കൊണ്ടുവന്നു, അങ്ങനെ പഠിച്ച സിസ്റ്റേഴ്സൊക്കെ അല്ലേ ഒരു പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ തിരിഞ്ഞു നിന്നിട്ടാണ് ഇതൊക്കെ പറയണത്. ചിരിയും കളിയാണെങ്കിൽ അതിലേറെ. ഒരുപാട് രോഗികൾ, ഗർഭിണികൾ ഇങ്ങനെ വേദന കൊണ്ട് പുളയണ സമയത്ത് ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവരൊന്ന് കെയർ ചെയ്യുക. അങ്ങനെയൊന്നല്ല ചെയ്യണത്. അവരവരെ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ചിരിച്ച് കളിച്ച് നിൽക്കുക. അതിനു വേണ്ടിയിട്ട് എനിക്കുണ്ടൊരു മറ്റൊരു അനുഭവം. ഞാൻ 1ാമത്തെ പ്രസവത്തിന് മലപ്പുറത്ത് സോഫിയ ഡോക്ടർ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ വെൽഫെയർ സെൻ്ററിൽ അവിടെയും ഡെലിവറിക്ക് പോയ സമയത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. എന്നോട് പറയണേ, മോളെ ദൈവത്തിൻ്റെ നാമം വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നു കേട്ടോ, അങ്ങനെയാണ് പറയണത്. അത്രക്കും കെയറിങ് ആയിരുന്നത് അവരത്. രണ്ടും മാറ്റാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഈ യുവതി വീട്ടിൽ നിന്ന് പ്രസവിച്ച് മരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അധികൃതർ അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് മരിക്കണ ചരിത്രം കൂടുതലൊന്നും ഉണ്ടാവുന്നില്ല. ആദ്യമൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ. അതിനുള്ള ധൈര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെയെന്ന് വെച്ചാൽ മരണമോ പഠിച്ചവൻ്റെ അടുത്തുനിന്ന് കൂടി ഉള്ളതാണ്. എന്തൊക്കെ തന്നെയായാലും ഞാൻ വീട്ടിൽ നിന്ന് ആരും പ്രസവിക്കണം ആവുന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം, അവിടുന്ന് ഇങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിൽ മരിച്ചു എന്നുള്ള പേരൊക്കെ വരാനും ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു അസ്മ എന്ന് പറഞ്ഞ യുവതി വീട്ടിലെ പ്രസവത്തിൽ മരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അവരെ മറവ് ചെയ്യാൻ കൊണ്ടുപോയിന്നോ, അങ്ങനെ ആളുകളെല്ലാവരും കൂടി അതിനെ ഉപദ്രവിച്ചു. അയാൾ ഹോസ്പിറ്റലിലാണ്. ഭർത്താവ് സിറാജുദ്ദീൻ, ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ മലപ്പുറം ചട്ടിപ്പറമ്പിലാണ് കുടുംബത്തോട് വാടക താമസിച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ അത് കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ അടിച്ചമർത്തി ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് മരിച്ചതെന്നും പറയാനൊന്നും പറ്റൂല. പിന്നെയെന്ന് വെച്ചാൽ പ്രസവത്തിൽ മരണം എന്ന് വെച്ചാൽ പഠിച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഷഹീദിൻ്റെ കൂലിയാണ് അവർക്ക് ലഭിക്കുക. പിന്നെ ചില ആളുകൾക്കുണ്ടാവും പുറത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ പുരുഷന്മാരെ സ്ത്രീകളുടെ മുമ്പിലൊന്നും നമ്മളിങ്ങനെ ഈ അവറത്തൊന്നും കാണിച്ച് കൊടുക്കാതെ വീട്ടിൽ നിന്നത് കഴിയുകയാണെങ്കിൽ അതായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടം. അങ്ങനെയുണ്ടാക്കുക ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ, അതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനല്ല, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അല്ലാതെ വീട്ടിൽ വെച്ച് പ്രസവിച്ചിട്ട് മരിക്കലൊന്നുമില്ല. കാരണം നമ്മൾ അനുഭവത്തിൽ തന്നെ എത്രയോ ആളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ തുന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ചിലവർ പേടിച്ചിട്ട് പോവില്ല. ഒരു പ്രസവത്തിൻ്റെ സമയത്ത് ഒരു തുന്നുണ്ടല്ലോ, വെട്ടലുണ്ടല്ലോ, ഒരു വെട്ടലും കാര്യങ്ങളും അതൊന്നും വീട്ടിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഇത് കാരണം നമ്മൾ ഡെലിവറിൻ്റെ ശേഷം ആ തുന്നിൻ്റെ വേദന അനുഭവിച്ചവർക്കറിയാം. അത് അനുഭവിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തൊരു വേദനയായിരിക്കുമോ, അതൊരു കുത്തണ ദിവസ വേദന. നമ്മൾ വിചാരിക്കും പ്രസവിക്കാൻ അപ്പം പ്രസവവേദന അത്ര ഇല്ലായിരിക്കും. ആ ദിവസം 8 ദിവസം 15 ദിവസം പൊളയണ വേദന, കുത്തിത്തറക്കണ വേദന, അതൊക്കെ ഇല്ലാതിരിക്കാനും ചിലർ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യും, പ്രസവിക്കും.
എന്തൊക്കെ തന്നെയാലും കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്തച്ചി പ്രസവിച്ചിട്ടുണ്ട്, അങ്ങനെ വീട്ടിൽ നിന്ന് യാതൊരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ. അങ്ങനെ എല്ലാവരും പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടൊക്കെ അവസ്ഥ. ഹോസ്പിറ്റലിൽ പോയ ഫസ്റ്റ് ഒരു ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു ആദ്യമായിട്ട് പ്രസവം വരുന്നില്ല എന്ന് കണ്ടാൽ പെട്ടെന്ന് സിസേറിയൻ, വയറ് കീറി മുറിക്കണ അവസ്ഥ, സിസേറിയൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പ്രസവിക്കുന്ന ആ ഭാഗം ഒന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് വലുതാക്കി, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അല്ലാതെ ഇപ്പോൾ നോർമലായിട്ടൊന്നും കൂടുതൽ ആൾക്കാർക്കൊന്നും അങ്ങനൊന്നും ചെയ്യലില്ല. എന്തൊക്കെ തന്നെയാലും വലിയൊരു മുറിവ്, ഒരു തുന്നൽ നിർബന്ധമാണ്, അതുണ്ടാവും. വീട്ടിൽ നിന്നാകുമ്പോൾ അതുണ്ടാവില്ല എന്ന് വെച്ച് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് മരിച്ചതാണല്ലേ പ്രസവത്തിൽ, അവരങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ ഷഹീദിൻ്റെ കൂലിയൊക്കെ കിട്ടിയിട്ടാണ് അവർ പോകുന്നത്. ആ കുട്ടി ആരോഗ്യവതിയാണ്, മോനാണോ മോളാണോ അറിയില്ല, ആരോഗ്യത്തോടു കൂടി അൽഹംദുലില്ലാ കുട്ടി കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. എത്രയോ അനുഭവങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി മരിച്ച് വേദനയോടെ ഇറങ്ങി വരുന്ന ആ ഒരു ഉമ്മ, അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, എത്രയോ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ മരിക്കുന്നതൊക്കെ ആയിട്ടും. അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു ഉസ്താദിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താതെ ഉപദ്രവിക്കാതെ നിൽക്കായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് എത്രമാത്രം വേദന ഉണ്ടാവും. അവൻ്റെ ഭാര്യയാണ് മരിച്ചത്, 5 കുട്ടികളുടെ ഉമ്മയാണ് മരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും അല്ലേ. ആ ഒരു മക്കളെയൊക്കെ പോറ്റി വളർത്തണ്ടേ, ഉമ്മമാരും ഉപ്പമാരും ഒരുമിച്ച് ജീവിക്കാൻ, മക്കളും ജീവിക്കാൻ അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷെ ആ ഒരു 35-കാരിയായ ഉമ്മ വിട പറഞ്ഞു പോവുകയാണ്, ആ മക്കളെല്ലാം തനിച്ചാക്കി. അപ്പം അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടാകും. പടച്ച റബ്ബ് എന്തായാലും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെയെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർഭിണികൾക്കും ആരൊക്കെ പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കണം അവർക്കൊക്കെ സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ, നല്ല റാഹത്തോടു കൂടെ ഇസ്സത്തോടു കൂടെ, യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും ഇല്ലാതെ. ആ മഹദിയുടെ ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂന്തമാക്കി കൊടുക്കട്ടെ. ഒരിക്കലും വീട്ടിൽ നിന്ന് പ്രസവത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ ഉണ്ടായിട്ടും ആരും ശ്രദ്ധിക്കാതെ ബ്ലഡ് അങ്ങനെ പോകുന്ന അവസ്ഥ, അതിലൊക്കെ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോഴും പ്രസവത്തിൽ മരിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, വീട്ടിൽ നിന്ന് ആയപ്പോഴാണ് ഇത് കുഴപ്പമായത് അല്ലേ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കുടുംബങ്ങളിലൊക്കെ ഗർഭിണികളുണ്ട് ഒക്കെ അല്ലേ, എല്ലാം റാഹത്താക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണത് അതാണല്ലോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.